സാറേ ഇത് സെറാമിക് ചെയ്യാൻ പറ്റിയ വണ്ടിയല്ലേ, ഇതെന്താ ചെയ്യാത്ത? സെറാമിക് ചെയ്യാൻ അഡ്വാൻസ് ഒക്കെ തന്നെ തന്നെയാണ്, പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. എന്താന്നല്ലേ കാരണം? ഈ വാഹനത്തിന്റെ ഒരുവിധപ്പെട്ട എല്ലാ പാനൽസും റീപെയിന്റഡാണ്. നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇട്ടിട്ട് ലൈറ്റപ്പിൽ ഇട്ടപ്പോൾ ഒരുപാട് കളർ ഡിഫറൻസ്, ഓരോ ഡോർ പാനലും വ്യത്യസ്ത ഷെയ്ഡുകളാണ്. അപ്പോൾ ഈ കസ്റ്റമർ വിചാരിച്ചത് ഈ വാഹനം കുറച്ച് പഴകിയതിന് ശേഷം ഇങ്ങനെയൊക്കെ സെറാമിക് ചെയ്ത് പുത്തനാക്കി എടുക്കാമെന്നാണ്. പക്ഷേ ഇത്തരം ഡിഫക്ട്സ് ഉള്ള വാഹനങ്ങളുടെ മുകളിൽ നമ്മൾ സെറാമിക് ചെയ്താൽ അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല. കാരണം ആ മുടക്കുന്ന പണം ഒരിക്കലും വർത്താവില്ല. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളും ഇതുപോലെ നല്ല കൃത്യമായി ഗ്ലോവും ഷൈനും കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ സെറാമിക് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് സെറാമിക് ചെയ്യാമെന്നാണ് പലരും കരുതുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഗുരുതര പ്രശ്നമാണിത്. ഇപ്പോൾ ഇദ്ദേഹം ഈ വാഹനം പൂർണ്ണമായും പെയിൻ്റ് അടിക്കണം, അതല്ലെങ്കിൽ അതിനുശേഷം മാത്രമാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആവശ്യത്തിനാണ് സെറാമിക്കോ ഗ്രാഫൈനോ ചെയ്യാൻ കഴിയുക. അങ്ങനെയെങ്കിൽ എത്രത്തോളം കോസ്റ്റ് മുടക്കണം? അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് നമ്മുടെ വാഹനത്തിനും തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്ക് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കസ്റ്റമറെ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ നമ്മളൊരു കോമ്പൗണ്ട് സ്റ്റേജ് കൊടുത്ത് ഒരു കൃത്യമായി പോളിഷ് ചെയ്ത് വാഹനം ഒരു മികച്ച രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ പഴയ ഡിഫക്ട്സ്, കളർ ഫെയ്ഡിൻ്റെ വ്യത്യാസങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സൊല്യൂഷൻ നിങ്ങൾ പെയിൻറ്റ് വീണ്ടും പുതിയ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒരു പ്രൊട്ടക്ഷൻ കോട്ടിങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളും ഒരിക്കലും പിന്നീട് വെക്കാതെ വാഹനം എടുത്ത സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കോട്ടിങ്സ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക.